ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സുമിത്രയുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ മക്കളൊക്കെ ചേർന്നങ്ങ് സെറ്റാക്കി. അപ്പോൾ സുമിത്രയാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടു കൂടിയാണ് സമ്മതിച്ചത്. എന്നാൽ കൂടിയും ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൾ റൂമിലിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ പ്രതീഷും പൂജയും അതുപോലെ അനന്യയും അനിരുദ്ധവും ഒക്കെ കൂടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പം സുമിത്ര ചോദിച്ചു, അല്ല എന്താണ് മക്കള് നാലാളും കൂടെ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പം അതെ, അമ്മയോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അമ്മയ്ക്ക് വേറെ കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഡിമാൻഡുകളൊക്കെ അനുസരിച്ച് അദ്ദേഹം പല കാര്യങ്ങളും അമ്മ പറഞ്ഞ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കല്യാണത്തിന് മുന്നേ അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. നേരിലല്ല, ഫോണിൽ സംസാരിച്ചാൽ മതി. അമ്മയ്ക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ സുമിത്രയാണെങ്കിൽ നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങളോടൊക്കെ എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ അമ്മേ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരാളാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് അമ്മയുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കുപോക്കാക്കിയത്. ഞങ്ങളെ അമ്മയ്ക്ക് വിശ്വാസമല്ലേ എന്ന് നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ ചോദിക്കുമ്പോൾ, മകനെ, അമ്മയ്ക്ക് എല്ലാ മക്കളെയും വിശ്വാസം തന്നെയാണ്. നിങ്ങൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പം തൽക്കാലം എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. അയാളോട് ഇതൊക്കെ പറഞ്ഞേക്ക്. ഇതൊക്കെ സമ്മതമാണെങ്കിൽ മാത്രം എന്നെ വിവാഹം കഴിച്ചാൽ മതിയെന്നും പറഞ്ഞ് സുമിത്ര അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിലോ നമ്മുടെ സരസ്വതിയമ്മയാണെങ്കിൽ വന്നു. സരസ്വതിയമ്മ പറഞ്ഞു, ഈ പിള്ളേർക്ക് ഇത് എന്തിൻ്റെ കേടാണ്? എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത മക്കള് അമ്മയെ കെട്ടിക്കാൻ നടക്കുന്നു. അത് മൂന്നാമത്തെ വിവാഹം. നാണം ഉണ്ടാടോ നിനക്കൊക്കെ എന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അച്ചമ്മയോട് ഒന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ അനിരുദ്ധാണെങ്കിൽ അച്ചമ്മ ഇങ്ങ് വന്നേ, അച്ചമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് സുമിത്രയുടെ ഇപ്പോഴത്തെ അവസ്ഥ, സുമിത്രയുടെ മാനസികമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ, ഇതെല്ലാം സരസ്വതിയമ്മയോട് സംസാരിക്കുകയാണ് അനിരുദ്ധ്. അങ്ങനെ അച്ചമ്മയ്ക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടി. സുമിത്ര ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് തനിക്ക് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് അച്ചമ്മ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവർ വിവാഹത്തിന്റെ മുഹൂർത്തവും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തു. പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ എത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സുമിത്രയാണെങ്കിലോ സാധാരണ ഉടുക്കുന്നത് പോലെ തന്നെ ഒരു സാരിയൊക്കെ ഉടുത്തിട്ട് എത്തിയ പാടെ തന്നെ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിന് സുമിത്ര പറഞ്ഞു, അല്ല ഇതെന്താണ്? നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു ഒരുക്കവും ചെയ്യരുതെന്ന്. എന്താ പ്രതീക്ഷ, എന്താ അനിരുദ്ധേ, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ, അമ്മേ, വിവാഹം ആവുമ്പോഴത്തേക്കിനും നമ്മൾ 10 പേരെയെങ്കിലും വിളിക്കണ്ടേ? അല്ലെങ്കിൽ എങ്ങനെയാ അതൊരു വിവാഹമായിട്ട്? നമ്മൾ മാത്രം അറിഞ്ഞിട്ട് നടത്തുന്നതല്ലല്ലോ. നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ അറിയണം. അതുകൊണ്ട് മാത്രം നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരെ മാത്രമേ ഞാൻ ക്ഷണിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പം സുമിത്രയുടെ സ്വഭാവം വെച്ചിട്ട് സുമിത്രയ്ക്ക് നല്ല ദേഷ്യം വന്നു. സുമിത്ര പറയുന്നുണ്ട്, അതെ, ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ എൻ്റെ മക്കൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ്. ഇനി എന്നെ കൊണ്ട് ഈ തീരുമാനം മാറ്റിക്കരുതെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിലോ സുമിത്രയുടെ അടുത്ത് വന്നിട്ട്, സരസ്വതി അമ്മയ്ക്ക് ഇപ്പോൾ ഇച്ചിരി വെളിവൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ചമ്മ വന്നിട്ട് സുമിത്രയുടെ അടുത്ത് വന്ന് പറഞ്ഞു, സുമിത്രേ മോളെ, എടി, നീ ശ്രീനിലയത്തിൽ പോകുന്നതൊക്കെ ആലോചിക്കുമ്പം ഈ അമ്മയ്ക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. അമ്മ എത്രമാത്രം ശകാരിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തതാ നിന്നെ. എന്നിട്ടും നീ ഇപ്പോഴും എനിക്ക് താങ്ങും തണലും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. നിന്റെ നന്മയൊക്കെ തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞ് സുമിത്രയെ കെട്ടിപ്പിടിച്ച് നമ്മുടെ അച്ചമ്മ പൊട്ടിക്കരയാണ്. അപ്പം അച്ചമ്മയുടെ സങ്കടമൊക്കെ കാണുമ്പോൾ സുമിത്രയുടെ കണ്ണുമൊക്കെ നിറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ഒരു പോരെടുത്തുകൊണ്ടിരുന്ന അമ്മായിയമ്മയാണ് നമ്മുടെ സരസ്വതി അമ്മ. ആ അമ്മ ഇപ്പം ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ സുമിത്രയ്ക്ക് ഒരു പങ്കുണ്ട്. അങ്ങനെ സുമിത്രയെ പിരിഞ്ഞു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല മോളെ. നീ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്മ പിന്നെ എന്ത് ചെയ്യും? അമ്മ ആരുടെ കൂടെ നിൽക്കുമെന്നൊക്കെ ചോദിക്കുമ്പം, അമ്മ, ഞാൻ അങ്ങനെ പോയാൽ അമ്മയ്ക്ക് തണലായിട്ട് എൻ്റെ മക്കളുണ്ടാകും, എൻ്റെ അനിയുണ്ടാകും, എൻ്റെ പ്രതീക്ഷ ഉണ്ടാകും. അവരൊക്കെ അവരുടെ അച്ചമ്മയെ തഴയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുമിത്രയാണെങ്കിൽ അച്ചമ്മയെ നമ്മുടെ അനിരുദ്ധിനും പ്രതീക്ഷനും ഒക്കെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അവരവിടെ സന്തോഷമായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്താണെങ്കിലോ രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു മാരണം പുള്ളിക്കാരിയും വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മണത്തറിഞ്ഞിട്ട് അവിടെ എത്തുകയാണ്. പിന്നീടാണെങ്കിലും ഓരോ ഒരുക്കങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന നമ്മുടെ അനിരുദ്ധിനെയും പ്രതീഷിനെയും ഒക്കെ കാണിക്കുമ്പോഴത്തേക്കിനും പൂജയും അതുപോലെ തന്നെ നമ്മുടെ ശീതളും അനന്യയും ഒക്കെ വളരെയധികം ഹാപ്പി ആയിട്ട്, സ്വരമോളൊക്കെ ആണെങ്കിലും അച്ഛമ്മയുടെ കല്യാണം എന്നുള്ള രീതിയിൽ സ്വരമോൾക്കുമൊക്കെ വളരെയധികം സന്തോഷമായി. അപ്പം ഇവരൊക്കെ ഈ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്.
അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് വരൻ വന്ന് ഇറങ്ങുന്നതാണ്. അപ്പം വരനെ കണ്ടതും നമ്മുടെ സരസ്വതിയമ്മയാണെങ്കിലോ സരസ്വതിയമ്മ ശരിക്കും ഒന്ന് ഞെട്ടി. അതുപോലെ ആ കൂടെ പല ആൾക്കാരും ഞെട്ടി നിൽക്കുകയാണ്. ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഈ വരനെ കാണുന്നത്. വിശ്വനാഥൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അങ്ങനെ ഈ ഒരു സമയത്താണെങ്കിൽ സുമിത്രയോട് നമ്മുടെ അനിരുദ്ധും അനന്യയും ഒക്കെ പറഞ്ഞു, അമ്മ കുറച്ചെങ്കിലും ഈ വേഷത്തിലൊക്കെ ഒരു മാറ്റം വരുത്തണം, അമ്മ ഒന്ന് പോയി റെഡിയായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം സുമിത്രയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ ഇതിനൊന്നും തയ്യാറല്ലായിരുന്നു. പിന്നെ ദേ നിങ്ങളൊക്കെ കൂടെ നിർബന്ധിച്ചിട്ട് എന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതാ. അതിലെൻ്റെ രോഹിത്തിനും പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ചൊക്കെ അവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പൂജ പറഞ്ഞു, അമ്മ അച്ഛൻ്റെ കാര്യങ്ങൾ അമ്മ മറന്നില്ലേ? ദേ ഇനി ഒരിക്കലും എൻ്റെ അച്ഛൻ അമ്മയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല, അതമ്മ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ കാര്യങ്ങൾ സുമിത്രയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സുമിത്ര പറഞ്ഞു, ഒരിക്കലും എനിക്ക് എൻ്റെ രോഹിത്തിനെ മറക്കാൻ പറ്റില്ല. നീ എന്താ മോളെ ഈ പറയുന്നത്? രോഹിത്ത് കാരണമാണ് എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. രോഹിത്തിനെ മറന്നിട്ട് ഒരു ജീവിതവും ജീവനും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മക്കളും നീയും ഒക്കെ കൂടെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ളൊരു വിവാഹത്തിന് പോലും ഞാൻ തയ്യാറായത് എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിച്ചു. അപ്പോഴാണ് നമ്മുടെ ദീപുവും അതുപോലെ തന്നെ ചിത്രയും ഒക്കെ അങ്ങോട്ട് വരുന്നത്. അപ്പം ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്രയാണെങ്കിലോ ഈ മക്കള് എല്ലാ ആൾക്കാരെയും ഒക്കെ അറിയിച്ചു തന്നെയാണ് നടത്തുന്നത് അല്ലേ? എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു കണ്ടീഷനും പാലിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സുമിത്ര ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും നമ്മുടെ ദീപു വന്നിട്ട്, ചേച്ചി എത്ര കാലം ചേച്ചി ഒരു തുണയില്ലാതെ ജീവിക്കുന്നത്? ചേച്ചി ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ട്. ഇനി ചേച്ചിയുടെ ജീവിതത്തിൽ ഒരാൾ വേണം, ചേച്ചിക്കൊരു കൂട്ടായിട്ട്, ചേച്ചിക്കൊരു തണലായിട്ട് ഒരാൾ വേണമെന്നൊക്കെ പറഞ്ഞ് സുമിത്രയാണെങ്കിൽ ഒരുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചിത്രയാണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് ആ ഡ്രസ്സിങ് റൂമിലേക്ക് പോവാണ്. ഈ സമയത്താണെങ്കിലോ സുമിത്രയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, തൻ്റെ ജീവിതത്തിൽ ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ആദ്യമായിട്ട് താൻ സിദ്ധാർത്ഥിൻ്റെ ഭാര്യയായതും സിദ്ധാർത്ഥിൻ്റെ മക്കളെ പ്രസവിച്ചതും ആ വീട്ടിൽ അനുഭവിച്ച യാതനകളും അതിനുശേഷം അതിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടുത്തിയ രോഹിത്തിൻ്റെ ഓർമ്മകളും ഇത് മുഴുവനും ആ ഒരു ഡ്രസ്സിങ് ഹാളിലിരുന്ന് ഇവളിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കിനും അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ദാ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഈ വിശ്വനാഥന് പിന്നിലുള്ള കഥകളും ഒക്കെ ആയിട്ട് നാളെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രിയും നല്ലൊരു സായാഹ്നവും ഒക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഓക്കെ, ബൈ, താങ്ക്